ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ലൈവിൽ പക്ഷേ അതൊക്കെ വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഭയങ്കരമായി അനുമോളെ അതുപോലെ തന്നെ അപ്പാനി അനീഷും തമ്മിലുള്ള ബഹളമാണ് കൂടുതലും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അനീഷും അനുമോളും തമ്മിൽ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് വളരെ മോശമായ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷിന് അനുമോളെ കരയിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചു. ശരിക്കും അനീഷല്ല അതിന് കാരണം, അപ്പാനിയാണ്. കാരണം അപ്പാനി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനൊരു കുടുംബശ്രീ ടൈപ്പാണ്. കാരണം അനുമോളെ ഇങ്ങനെ ഇരുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് അനുമോളെ ഇമോഷണലാക്കി കളഞ്ഞു പുള്ളിക്കാരൻ കേട്ടോ. ശരിക്കും ഈ അപ്പാനി എന്ന് പറയുന്ന വ്യക്തിയാണ് അനുമോളെക്കുറിച്ച് ആദ്യമായിട്ട് അവിടെ ആര്യൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിലും അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അനുമോളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്ന ഒരാളെന്ന് പറയുന്നത് അപ്പാനിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടൊരു കാര്യമാണ്. പക്ഷേ എന്ന് വെച്ചാലും ഇവിടെ അപ്പാനി അനുമോളുടെ അടുത്ത് വന്നിട്ട് കഥ ഇറക്കുകയാണ്. ഇത് എല്ലാവരും കാണുന്നൊരു ഷോയാണ്, ഇത്രയും അധികം പറയേണ്ട ആവശ്യമുണ്ടോ അനീഷിന് എന്നൊക്കെ ചോദിച്ച് ഇവിടെയും വേറൊരു ഗെയിമിംഗ് സ്ട്രാറ്റജിയാണ് അപ്പാനി എടുക്കുന്നത് കേട്ടോ. എന്തായാലും അവിടെയും ഇവിടെയും പറഞ്ഞ് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കുന്ന ഒരു പരിപാടി അപ്പാനിക്കുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാട്ടോ. അനീഷ് ഒരു കാരണവശാലും അനുമോളെ വിടുന്നില്ല. കാരണം മറ്റേ ബാത്റൂമിൻ്റെ ഇഷ്യൂ അനീഷിൻ്റെ മനസ്സിൽ കിടക്കും തോറും അനീഷ് അത് വെച്ചാണ് എപ്പോഴും അനുമോളെ കണക്കാക്കുന്നത്. കാരണം അനുമോൾക്കൊരു നിലപാടുമില്ല, ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് വളരെ മോശമായ രീതിയിലാണ് അനീഷ് അനുമോളെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഭയങ്കരമായ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പാനി പറയുന്നുണ്ട്, അനീഷ് പറയുന്നുണ്ട്. ലാസ്റ്റ് അനുമോളും അപ്പാനിയും തമ്മിൽ ഇതിനെക്കുറിച്ച് വളരെ വലിയൊരു ചർച്ച തന്നെ അത് ജയിലിൽ സംസാരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന ആൾ വളരെ ഒരു ചൊറിയനായ വ്യക്തിത്വമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ പുള്ളിക്കാരന് അനീഷിന് എപ്പോഴും അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ സ്ത്രീകളെ അങ്ങ് വളരെ മോശമായ രീതിയിൽ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് അനീഷ് ആ ഒരു ബാത്റൂമിൻ്റെ ഇഷ്യൂ മനസ്സിലിട്ടുകൊണ്ട് അനുമോളെ വളരെയധികം ഒരു നിലപാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അനുമോളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എപ്പിസോഡിൽ ഒരു കരച്ചിൽ കാർഡ് നാടകമൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പിസോഡിൻ്റെ അകത്ത് ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു കാണുമെന്നൊന്നും അറിയില്ല. പക്ഷേ ലൈവിൽ ഇതൊക്കെ വളരെ വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്താണ് പുള്ളിക്കാരൻ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ അപ്പം എല്ലാ എപ്പിസോഡുകളിലും എല്ലാ സീസണുകളിലും നമ്മൾ കാണുന്നതാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേറൊരാളെ എപ്പോഴും ടാർഗറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കാണും എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലെയാണ് അനീഷ് ഇവിടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അനുമോളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചൊറിയൻ ടൈപ്പാണ് പുള്ളിക്കാരൻ കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നു അനുമോൾക്ക് നിലപാടില്ലാത്ത സ്ത്രീകളെ ഞാൻ അംഗീകരിക്കത്തില്ല, എൻ്റെ പരിസരത്ത് കയറ്റത്തില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് നിലപാടാണുള്ളത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഷോയിൽ കൂടി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിലപാടില്ലാത്ത, എനിക്ക് തോന്നുന്നു സ്ത്രീകളോട് പൊതുവെ പുള്ളിക്ക് എന്തോ വലിയ വൈരാഗ്യം ഉണ്ട്. അത് അനുമോളിൽ കൂടി പുള്ളിക്കാരൻ ഷോയിൽ കൂടി പുറത്തേക്ക് അതിനെ ഇങ്ങനെ അച്ചടിച്ച് ഇറക്കി വിടുവാണ് എന്ന് തോന്നുന്നു.